ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു. യാ റിയലി. അവളും കൂടി വന്നാലേ വെക്കേഷൻ അടിപൊളിയാവൂ. ഓ ഗോഡ്, എനിക്ക് കുറച്ച് പേപ്പർ വർക്ക്സ് ഉണ്ട്. അതൊന്ന് തീർന്നിട്ട് വന്നാ മതിയായിരുന്നു എന്നാ എന്റെ പ്രാർത്ഥന. മോളുടെ പേപ്പർ വർക്ക്സ് കൊളവാക്കി കൈ തരും അവൾ. ആ ദാ ഒരു പൂച്ച. എവിടെ നോക്കൂ, ഇറ്റ്സ് എ കിറ്റൻ. കഴുത്തിലെന്താ ബെൽ? ആ ഡോർ തുറന്ന് പുറത്തേക്ക് വിട്ടേക്കൂ. പാവം. അല്ല, ഒരു പൂച്ചക്കുട്ടി ഇങ്ങോട്ട് വന്നായിരുന്നു. നിങ്ങളുടെയാണോ? ഹേയ്, എവിടുന്ന് വലിഞ്ഞു കയറി വന്നാ ശല്യമായി. ഞങ്ങൾ അതിനെ കൊല്ലാൻ പോവാ. കൊല്ലാനോ? ഓ ദാറ്റ്സ് ക്രൂവൽ. കഷ്ടം. ഓ, അപ്പൊ എല്ലാവർക്കും പൂച്ച ഇഷ്ടമാണ്. ഗുഡ്. കൂട്ടത്തിൽ ആർക്കാണ് കൂടുതൽ ഇഷ്ടമെന്ന് ഒന്ന് കൈപൊക്കിയാ കൊള്ളാം. എന്താ നിങ്ങൾ പറയുന്നത്? വാട്ട്സ് റോങ് വിത്ത് യു? ദാ പൂച്ച നിങ്ങളുടെ ആണെങ്കിൽ കൊണ്ടുപോയിക്കോളൂ. പൂച്ചയെ കൊണ്ടുപോകാം, പക്ഷേ ഇനി ഒളിച്ചുകളി വേണോ? ആരാ പാർട്ടി എന്നറിയാൻ രവി ഇങ്ങനെ ആ ഒരു ആങ്സൈറ്റി, അവന്റെ ഒരു ടെൻഷൻ. Oh God, what's your problem, Mr. Dennis? എന്താ ഡെന്നിസിന്റെ പ്രോബ്ലം? പ്രോബ്ലം ഓക്കെ, വേണ്ട, ഞാൻ പിടിച്ചോളാം, കണ്ടുപിടിച്ചോളാം. ഈ പൂച്ചക്കുട്ടി ഔട്ട് ഹൗസ്. അങ്ങോട്ട് താമസം മാറ്റിക്കോണം രണ്ടുപേരും. എവിടേക്ക് രാത്രിയിൽ വേളാങ്കണ്ണിക്ക് ടൂർ പോവാ? സ്ത്രീപീഡനത്തിന് പുറത്താക്കിയല്ലേ? നീ അവിടെ കിടന്ന് പീഡിപ്പിക്കും. അണക്കേട്. മുത്തശ്ശന്റെ മുമ്പിൽ ഞാനങ്ങോട്ട് ചൂളിപ്പോയി. അതിനിപ്പോ നമ്മൾ എന്നാ ചെയ്തു? നമ്മളല്ല, നീ ഒറ്റൊരുത്തനെ ഓവറാക്കി ചളമാക്കിയത്. രാത്രി കാലത്ത് പെമ്പിള്ളേരെ മുറിയിൽ നുഴഞ്ഞു കയറി. അണക്കേട്. എടാ, ഒരു അറ്റംപ്റ്റ് ചീറ്റ് എന്ന് വിചാരിച്ച് നീ ഇങ്ങനെ നിരാശപ്പെടാതെ. നിരാശയല്ലടാ, നിന്നെ പോലത്തെ ഒരു മരമണ്ടന്റെ കൂടെ ഇങ്ങനെ ഒരു മണ്ടത്തരത്തിന് ഇറങ്ങി തിരിച്ചല്ലോ എന്ന് ഓർത്ത് ചെയ്തു പോയത്. ഓ, എന്നാ പിന്നെ ഇയാൾ ഒറ്റയ്ക്ക് പോയി ശ്രമിക്കുക. ഞാൻ ശ്രമിക്കുകയോ ശ്രമിക്കാതിരിക്കുകയോ ചെയ്യും. അതിനെനിക്ക് നിന്റെ സഹായം ആവശ്യമില്ല. ഓ, എനിക്ക് വലിയ അസുഖമല്ലേ നിന്റെ മറ്റവളെ കണ്ടെത്താഞ്ഞിട്ട്. പോടാ, നീ ഇവിടെ തെണ്ടി. നീ പോടാ പരമതി. അതെ, നിങ്ങൾ ഇങ്ങനെ കൂടെ കൂടെ തെണ്ടിന്ന് വിളിച്ചു പറയേണ്ട കാര്യമില്ല. എനിക്ക് മനസ്സിലായി നിങ്ങൾ ആരെ തെണ്ടിന്ന്. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് അത്ര ബുദ്ധിമുട്ടാണെങ്കിലേ പുറത്തു പോ. അവിടെ നല്ല നിലാവാ, അവിടെ പോയി ബഹളം വെക്കി. മനുഷ്യൻ റെസ്റ്റ് ചെയ്യുമ്പോഴാ, അല്ലെങ്കിൽ ടയേർഡാ. നീ പോടാ ഓപ്പേ. നീ ആരാ ചോദിക്കാൻ? ഞങ്ങൾ എന്ത് ചെയ്യും? നീ വേണേ പുറത്തു വെക്കണോ? ഇപ്പൊ എല്ലാം കൂടി എന്നെ ചെയ്യായോ? അല്ല, പ്രായപൂർത്തിയായി പെണ്ണുങ്ങളുള്ള സ്ഥലത്ത് പോയി രണ്ടുപേരും കൂടി പോയി എന്താ ഡിഗോൾഫിയേഷൻ ഒപ്പിച്ചു വന്നിരിക്കാ പാഞ്ഞ വിശാമിത്രമാര്. അടിയുടെ കാര്യം പറഞ്ഞപ്പോഴല്ലേ? അയ്യോ, മണി മണി ടെലിഫോൺ മണി അടിക്കണേ. അയ്യോ, മുത്തച്ഛൻ. ഹലോ, യെസ്, ആരാ? ആമി ചേച്ചിയാ? മുത്തച്ഛാ, ദാ ആമി ചേച്ചി വിളിക്കുന്നു. ആമി ചേച്ചി, ഞാനാ ധന്യ. എപ്പോഴാ ഇങ്ങോട്ട് വരിക? ഞാൻ സംസാരിക്കാം. ഇങ്ങോട്ട് തരാല്ലേ പറഞ്ഞത്? ഹലോ ആമി, ഇത് മുത്തശ്ശനാ. മുത്തശ്ശനാ, ഒന്ന് മാറില്ല അങ്ങോട്ട്. ഹലോ, വളരെ ഫീബിളാണ്, ഒന്നും കേൾക്കാൻ വയ്യ. മല്ലന്നൂരോ? എവിടെ? അവിടെ കോളേജ് ബസ് മോർണിംഗ് ബിറ്റ്വീൻ 8 and 8:30. എന്താ സംഭവം? എടാ ആമിയാ, നീ ഒന്ന് സംസാരിക്കേ. ഹലോ ഹലോ, ഞാൻ രവിയ. ഹലോ. കട്ടായി. അവള് നാളെ രാവിലെ ബിറ്റ്വീൻ 8 and 8:30 ഹൈവേയിൽ മല്ലന്നൂർ എന്ന സ്ഥലത്തെത്തും. നീ പോയി പിക്ക് ചെയ്യണം. എന്റെ അമ്മേ, ഇത്ര ഉള്ളോ? ഈ പിള്ളേരുടെ ബഹളം കേട്ടാ തോന്നും ഇവിടെ എന്തോ ആപത്ത് സംഭവിച്ചു. ഒന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല. രാവിലെ അവളെ എത്തില്ലേ? അപ്പൊ രവി, നീ നേരത്തെ പോണം. ഒരു 7:30 മണിക്കെങ്കിലും അവിടെ ഉണ്ടാവണം.
മല്ലന്നൂർ ഇവിടെ വളരെ അടുത്താ. ഹാർഡ്ലി 60 കിലോമീറ്റേഴ്സ്. സോ വാട്ട്? സോ നത്തിങ്. ആ, എല്ലാരും പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. രവിട്ട ഞങ്ങൾ വരട്ടെ രാവിലെ. വേണ്ട വേണ്ട. അവൾ ഇവിടെ എത്തും വരുമെന്ന് ക്ഷമിക്കേ. ഗോ ടു യുവർ റൂംസ്. വെക്കോ, വെക്കോ. ഔട്ട് ഹൗസ്. യെസ് യെസ്. ഇവിടെ വെയിറ്റ് ചെയ്യുന്നത് നല്ലത്. വരുന്ന ബസ്സുകളെല്ലാം ശ്രദ്ധിച്ചു നോക്കണം. വരുന്ന എല്ലാ ബസ്സും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. അഭിരാമി വരുന്ന ബസ്സിൽ കോളേജിന്റെ ബാനർ ഉണ്ടാവും. ഓ എന്റെ പൊന്നോ, ഈ ക്ലൈമറ്റിന്റെ കുഴപ്പമാണെന്ന് അറിയില്ല. നീ ഈടെയായിട്ട് വളരെ ഇന്റലിജന്റ് ആയിട്ട് സംസാരിക്കുന്നു. അതെയോ, താങ്ക് യു. വെൽക്കം. ഈ വരുന്ന കക്ഷി ആള് ചില്ലറക്കാരിയെല്ലാം തോന്നുന്നു. എന്തായിരുന്നു മറ്റു പിള്ളേരുടെ ഒരു ബഹളം ഫോൺ വന്നപ്പോ? അവളോ ഇന്റർനാഷണൽ കുഴപ്പക്കാരിയല്ലേ? ആ, അവിടെ വന്നിരിക്കുന്നൊന്നും അവളുടെ വാലി കെട്ടാൻ കൊള്ളില്ല. കുട്ടിക്കാലം തൊട്ടേ അവള് കുസൃതിയ. പക്ഷേ എല്ലാവർക്കും അവിടെ ഭയങ്കര ഇഷ്ടമാണ്. ശരിക്കും പറഞ്ഞ ഡാർലിംഗ് ഓഫ് ദ ഫാമിലി. ദാ ബസ്. സെന്റ് ഫിലോമിനാസ് കോളേജ്. ആ, ഹലോ, സ്റ്റോപ്പ്. രവിചന്ദ്രൻ ഹിയർ. ആമി, ബൈ 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 ബൈ. എന്താടി ആകെ കോലം കിട്ടു പോയല്ലോ. എന്ത് ടൂറായിരുന്നു? ചുമ്മാ എക്സ്കർഷനോ അതോ? സ്റ്റഡി ടൂർ. ആമി, മീറ്റ് മിസ്റ്റർ ഡെന്നിസ്, മൈ ഫ്രണ്ട്, മൈ പാർട്ട്ണർ. ഹായ്. പോവാം. അവിടെ പിള്ളേരൊക്കെ നിന്നെ കാത്തിരിക്കുക. വാ. എത്ര ദിവസത്തേക്ക് ഈ സ്ഥലത്ത്? വെക്കേഷൻ കഴിയുന്നത് വരെ. അതാ മുത്തച്ഛന്റെ പ്ലാൻ. എനിക്ക് വരാൻ തീരെ ഇഷ്ടമില്ലായിരുന്നു. മുത്തശ്ശന്റെ നിർബന്ധം. വെക്കേഷൻ കഴിയാണെന്ന് ഞാൻ നിൽക്കില്ല. ഞാൻ വേഗം തിരിച്ചു പോകും. അതൊക്കെ അവിടെ ചെന്നിട്ട് തീരുമാനിക്കാം. അവിടെ എത്തിക്കഴിയുമ്പോൾ നീ ഇനി തിരിച്ചു പോകുന്നില്ല എന്ന് പറയും. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ അപ്പത്തിലായിരുന്നു. പോവാ. ആ. നീ പറഞ്ഞതുപോലെയല്ല, ഈ കുട്ടി വളരെ ഗ്ലൂമിയാണല്ലോ. എന്തോ ഉണ്ട്. അവളെ എങ്ങനെ ഞാനും കണ്ടിട്ടില്ല. എന്താ എല്ലാവർക്കും എന്തിനാ ബഹളം? ആമി, ഞങ്ങളൊക്കെ ആങ്ഷ്യസ് ആയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു നിന്നെ. വൈ? ആര് പറഞ്ഞത്ര ആങ്ഷ്യസ് ആവാൻ? എവിടെ ബെഡ്റൂം? മോളിലാ. What's this, yeah? Something wrong. മുത്തശ്ശി, ആമി ചേച്ചി വന്നു. വന്നോ? താഴെ ബഹളം കേട്ടപ്പോഴേ എനിക്ക് തോന്നി. എന്നിട്ട് അവളെവിടെ? അവിടെ റൂമിൽ കിടക്കുന്നു. ഭയങ്കര മൂടി, ദേഷ്യം. മുത്തശ്ശൻ വന്ന് നോക്ക്. എവിടെ മുത്തശ്ശന്റെ ആമക്കുട്ടി? എന്താ കണ്ണാ? എന്താ എന്റെ മോക്ക് എന്ത് പറ്റി? സംതിങ്. എന്താണെന്ന് മുത്തശ്ശൻ ചോദിക്കുന്നില്ല. എന്താണെങ്കിലും അതങ്ങ് മാറ്റി വെക്കണം. ഞങ്ങൾക്ക് ഞങ്ങളുടെ പഴയ ആമക്കുട്ടിയെ തിരിച്ചു കിട്ടണം. നിന്റെ അച്ഛനും അമ്മയും ഒക്കെ ആകെ അപ്സെറ്റ് ആയിരിക്കാണ്. എന്റെ മോക്ക് ദേഷ്യവും വാശിയും ഒക്കെ കൂടിയിരിക്കുന്നു പറഞ്ഞിട്ട്. നീയേ വെക്കേഷന് വരുന്നില്ല എന്ന് പറഞ്ഞത് ഞങ്ങൾ അറിഞ്ഞു. നിന്റെ മൂടൊന്ന് മാറ്റിയെടുക്കാനാ നിർബന്ധമായും നീ വരണമെന്ന് മുത്തശ്ശൻ പറഞ്ഞത്. ഓ, അതൊക്കെ സാരല്ലേ. അവള് യാത്ര ചെയ്ത് ക്ഷീണിച്ചു വന്നിരിക്കല്ലേ. അവളൊന്ന് ഫ്രഷ് ആവട്ടെ. അതെ, കുട്ടികളൊക്കെ ആകെ ഡിസപ്പോയിന്റ് ആയിരിക്കുക. നീ ചീറപ്പായാലേ അവരും ഹാപ്പി ആവൂ. യു ഗെറ്റ് മീ? ഞാൻ ചെന്ന് മോക്ക് നല്ല ചൂടായിട്ട് നെയ് റോസ്റ്റ് കൊണ്ടുവരാം.
ആമി, ഇത്ര കോഴ്സ് വേണ്ടട്ടോ ആമി. നീ വരുമെന്ന് പറഞ്ഞ് ഫോൺ ചെയ്തപ്പോ കാണണമായിരുന്നു ഇവിടുത്തെ ഒരു ബഹളം. ഞങ്ങൾ ഒന്ന് ഡിസൈഡ് ചെയ്തു, തിരിച്ചു പോവാ. മതി. വെക്കേഷൻ നീ വരുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് മാത്രാ ഞാൻ വരാന്ന് വെച്ചത്. മേമയുടെ കുട്ടികൾ എല്ലാരും ബോംബെക്ക് വിളിച്ചു. പോവായിരുന്നു. ഇപ്പൊ ആലോചിക്കുമ്പോ. ബോംബേക്ക്? മേമയുടെ കുട്ടിയോടോ? നീ ആരാടിയാ? പോകോ തിരിച്ചു പോവല്ലേ?